ചിറ്റൂരിലെ സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘം എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സാമൂഹിക പെൻഷൻ ഉൾപ്പെടെ വിതരണം ചെയ്ത ഈ സ്ഥാപനം സർക്കാരിൻ്റെ എല്ലാവർക്കും വീട് എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായുള്ള കെയർ ഹോം പദ്ധതിയിലും സാമൂഹിക പെൻഷൻ വിതരണത്തിലും മാതൃക കാട്ടിയ ഈ സംഘത്തിൻ്റെ കഴിഞ്ഞ 97 വർഷമായി ചിറ്റൂർ AEO ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ചിറ്റൂർ ഗവൺമെൻറ് സർവൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ കെട്ടിടം അണിക്കോട് തെക്കേഗ്രാമൻ റോഡിൽ ചിറ്റൂർ ഗവൺമെൻറ് സർവൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കഴിഞ്ഞ 97 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. ജീവനക്കാരുടെയും അധ്യാപകരുടെയും സേവന കേന്ദ്രം മാത്രമല്ല, സാധാരണക്കാർക്കും പൊതുജനങ്ങൾക്കുമുള്ള ആശ്രയ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മുറ്റത്തെ മുല്ല വായ്പാ പദ്ധതി, സാമൂഹ്യ സുരക്ഷ പെൻഷൻ വിതരണം, പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചെലവിൽ മരുന്ന് ലഭ്യമാക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെ നടത്തി വരികയാണ്. പ്രളയകാലത്ത് 7 നിർധനരായ കുടുംബാംഗങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകി. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ബ്രാഞ്ച് കൊല്ലങ്കോട് നെമ്മാറയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ശ്രീലേഖ, 11 വർഷമായി ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നു. പിന്നെ ഈ സംഘത്തിലേക്ക് വരുന്ന എല്ലാ ഇടപാടുകാർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘമാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാറുണ്ട്. 2 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമായിട്ട് 58 വാർഡുകളിൽ പെൻഷൻ വിതരണം നടത്തുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട്. മുറ്റത്തെ മുല്ല ലോണ് കുടുംബശ്രീക്കാർക്ക് നൽകുന്നുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ടായിരുന്ന ഒരു CP കരുണാകരൻ മേനോൻ, എൻ്റെ സ്കൂളിലെ അസിസ്റ്റൻ്റ് ഹെഡ് മാസ്റ്ററായിരുന്നു. അങ്ങേരുടെ വീടിലാണ് ഇത് ആദ്യം പ്രവർത്തനക്ഷമമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഈ സൊസൈറ്റി. അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടറായിരുന്നു. PWDയിൽ ഒരു ബാലൻ മേനോൻ എന്ന് പറയുന്ന ബാലൻ മാഷ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു. അവരൊക്കെ ഡയറക്ടർമാരായിരുന്നു ഇവിടെ. അവരാണ് ആരംഭത്തിൽ ഇത് തുടങ്ങിയതെന്നാണ് മനസ്സിലാവുന്നത്. സൊസൈറ്റി ഫങ്ഷൻ ചെയ്ത് നമ്മുടെ ചാമക്കുട്ട മാഷാണ് അത് കയ്യിൽ കൊണ്ട് നടന്നൊരു രീതിയിൽ വന്നത്. അത് 1971-72 അതിനൊരു പുതിയ ജീവൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം പ്രവർത്തകർ, അധ്യാപകർ എന്നെ പ്രധാനമായിട്ട്, അതിൽ ആരോഗ്യസായം മാഷ്, വേലപ്പൻ മാഷ്, തിരുവനന്തപുരത്ത് ഒരു മാഷുണ്ടായിരുന്നു. അയാളാണ് പ്രധാനമായിട്ടും ഇതിനു വേണ്ട നടപടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ടുള്ള ചന്ദ്രമോഹനൻ ഇതിൻ്റെ ഉപദേശകനായിട്ട് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് പ്രവർത്തനങ്ങൾക്ക് നല്ല
രീതിയിൽ നടത്താൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഒരു നല്ല സൊസൈറ്റി ആയിട്ട് അത് രൂപപ്പെട്ട് വളർന്നു വന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഇപ്പോൾ ഒരു നല്ല സൊസൈറ്റി ആയിട്ടും ബ്രാഞ്ചുകളായിട്ടും ഒക്കെ കുറച്ചധികം ജീവനക്കാരായിട്ടുമൊക്കെ വളർന്നു നിൽക്കുന്നത്. എനിക്ക് പ്രതിമാസം 1600 രൂപ സർക്കാരിൽ നിന്ന് വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നുണ്ട്. അത് ഇവിടുത്തെ സൊസൈറ്റി മുഖാന്തരമാണ് കൊണ്ടു തരുന്നത്. അത് മാസം മാസം കൃത്യമായിട്ട് എന്നെ ഏൽപ്പിക്കും, ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അത് വളരെ ഒരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് തരുന്നതുകൊണ്ട് അതിൻ്റെ ഏജൻറ്റ് കൃത്യമായ സമയത്ത് എന്നെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റിയോട് അതിൻ്റെ ഭാരവാഹികളെല്ലാവരും ഞാൻ നന്ദി പറയുന്നു. സർക്കാർ നൽകി വരുന്ന പെൻഷൻ സൊസൈറ്റി മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അത് വളരെ സന്തോഷമാണ്. നമസ്കാരം, എൻ്റെ പേര് പ്രഭദാസ്. എൻ്റെ വീട് ചിറ്റൂരാണ്. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് എൻ്റെ ഇടപാട് കഴിഞ്ഞ 24 വർഷമായിട്ടുണ്ട്. വളരെ നല്ല പരിചയമാണ് അവരുമായിട്ടുള്ളത്. വളരെ വിശ്വസനീയമായ ബാങ്കാണ്. നല്ല സേവനങ്ങളാണ് അവിടെയുള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും ഒരു ഡിലേയും വന്നിട്ടില്ല. വേണ്ട മാതിരി നമ്മൾ പറഞ്ഞ മാതിരിയുള്ള ഡെപ്പോസിറ്റെല്ലാം അവർ ചെയ്തു തരും. ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇതേമാതിരി തന്നെ വേറെ പല ബാങ്കുകളും ഉണ്ട്. പക്ഷേ ഇതിനാണ് എനിക്ക് വളരെ പ്രിഫറൻസ്. ഈ ബാങ്കുമായിട്ട് ഭയങ്കര പ്രിഫറൻസ്. ചുരുക്കം പറഞ്ഞെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ബാങ്കുമായിട്ട്. ദാറ്റ്സ് ഇറ്റ്.